ഇനി നമുക്ക് ഏത്തപ്പഴം വിളയിച്ചെടുത്ത് ആവിയിൽ വേവിച്ച് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിലോട്ട് നമുക്ക് 2 മീഡിയം സൈസിലുള്ള നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഏത്തപ്പഴം നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഓടിയൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലൊരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഈ ഏത്തപ്പഴം ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്നുകൂടി നല്ലതായിട്ട് വെന്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതേ രീതിയിലൊന്ന് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. വിളയിച്ചെടുത്ത ഏത്തപ്പഴം നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ മാവുണ്ടല്ലോ ഒത്തിരി അങ്ങ് ലൂസും ആവരുത്, ഒത്തിരി അങ്ങ് തിക്കും ആവരുത്. അതായത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വാഴയില വൃത്തത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. സ്റ്റവ് കത്തിച്ചിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങി. ഇതിലോട്ട് നമുക്ക് ഈ മാവ് നിറച്ച് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇതായിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് ഇളകി വരും. ഇതാ നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതല്ല, ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.